കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗാഥയാണെങ്കിൽ സിത്താരയെ വിളിച്ച് കംപ്ലീറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഗാഥ പറയുന്നതൊക്കെ കേട്ടിട്ട് സിത്താര പറയണേ, ശരി മമ്മിക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ അവിടെ എത്താം, നിന്നെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യാം. അങ്ങനെ മമ്മി നിന്നെ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും നവീനെക്കുറിച്ചോ നവീൻ്റെ ഫാമിലിയെക്കുറിച്ചോ നീ പറയാൻ പാടില്ല. ഒരിക്കലും അങ്ങോട്ടേക്ക് ഒരു തിരിച്ചു പോക്കും ഉണ്ടാകാൻ പറ്റില്ല. എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചായിരിക്കണം നീ എൻ്റെ കൂടെ വരേണ്ടത്. എന്താ നീ അതിന് തയ്യാറാണോ? അത് കേൾക്കുന്നതും കഥ പറയണേ, അതൊന്നും വേണ്ട. അങ്ങനെ അതൊന്നും വേണ്ടെന്നാണെങ്കിൽ നീ ഇതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ പേടിച്ച് എനിക്കവിടെ നിൽക്കണ്ടെന്ന് പറയുന്നതിന് പകരം അവിടെയുള്ളവരുടെ മനസ്സ് കീഴടക്കാൻ നോക്ക്. അവരിഷ്ടപ്പെടുന്ന രീതിയിൽ നീ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യാൻ നോക്ക്. അന്നേരം കഥ പറയണേ, മമ്മി ഇനി ഞാൻ മമ്മി ഈ കാര്യം പറഞ്ഞ് വിളിക്കില്ല. മമ്മി വിളിച്ചത് എൻ്റെ തെറ്റായിപ്പോയി. എനിക്കിനി മമ്മിയുടെ ഉപദേശം കൂടി കേൾക്കാൻ വയ്യ. അങ്ങനെ പറഞ്ഞ് കാത് ദേഷ്യത്തിലെ ഫോൺ കട്ട് ചെയ്യുവാണ് കേട്ടോ. ഈ സമയം സിത്താരയാണെങ്കിൽ ആകെ ടെൻഷനിൽ നിൽക്കുവാൻ. അന്നേരം ആയിരിക്കും സിനി അങ്ങോട്ടേക്ക് വരുന്നത്. എന്ത് പറ്റി മാഡം? അന്നേരം സിത്താര പറയണേ, ഗാഥയെ ഇപ്പോൾ വിളിച്ചത് അവൾ വീണ്ടും നാഗത്തെ കണ്ടുവന്നു. അവൾ മാത്രമല്ല സുമിത്രയും വീട്ടിലുള്ള മറ്റു പലരും കാണുന്നുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ടും എൻ്റെ മോൾക്ക് വേണ്ടി ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടും അവസാനം അവൾക്ക് ഒരു ദിവസം പോലും അവിടെ സമാധാനത്തോടെ നിൽക്കാൻ പറ്റുന്നില്ലല്ലോ സിനി. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഓർത്തിട്ടാണെങ്കിൽ ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അന്നേരം സിനി പറയണേ, അത് പിന്നെ മാഡം അവിടെ നാഗശാപം മാറ്റിയതും നാഗദൈവങ്ങൾ അനുഗ്രഹിച്ചതുമൊക്കെ കൃഷ്ണയാണല്ലോ. അപ്പോൾ അതിനു പകരം ഗാഥ മാഡം അവിടെ എത്തിയത് ചിലപ്പോൾ നാഗദൈവങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. മനുഷ്യരായിരുന്നു എതിരെ നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നേരിടായിരുന്നു. എന്നാൽ അതുപോലെയല്ലല്ലോ, നാഗങ്ങളല്ലേ ഇപ്പോൾ മുമ്പിലുള്ളത്. മേഡം ഒരു കാര്യം ചെയ്യ്, അവിടുത്തെ നവീൻ്റെ മുത്തശ്ശി ഒന്ന് കണ്ട് സംസാരിക്കാൻ നോക്ക്. ഇതിനൊക്കെ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് ആ മുത്തശ്ശിയോട് തന്നെ ചോദിക്കുക. അവർക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ സിദ്ധനും മറ്റും പറഞ്ഞ് പല കാര്യങ്ങളും അറിയായിരിക്കും. അങ്ങനെ എന്തെങ്കിലും രീതിയിലൂടെ വേണം ഇതിന് പരിഹാരം കണ്ടെത്താൻ. എന്താണെങ്കിലും ഞാനിന്ന് സംസാരിക്കാം എന്ന് സിത്താരയും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സുനന്ദ ഗോപാലിനോട് ഭക്ഷണം കഴിക്കാൻ വരാൻ പറയുക. അന്നേരം ഗോപാല ചോദിക്കണേ, അല്ല തങ്കവും കൃഷ്ണയൊക്കെ എവിടെ? ഈ സമയം തങ്കം പുറത്തുനിന്ന് കയറി വരുന്നത് കാണുവാണ് കേട്ടോ. അന്നേരം സുനന്ദ ചോദിക്കണേ, തങ്കി ചുമറത്തുണ്ടായിരുന്നോ? അത് പിന്നെ ഓരോ കാലങ്ങളൊക്കെ ഓർത്ത് അവിടെ അങ്ങനെ നിന്നുപോയി. എന്നാവാ ഭക്ഷണം കഴിക്കാം. കൃഷ്ണമോളെവിടെ? ഞാൻ പോയി വിളിച്ചിട്ട് വരാം. അവൾ റൂമിൽ കിടക്കുന്നുണ്ട്. സുനന്ദ നിൽക്ക്, ഞാൻ തന്നെ പോയി വിളിക്കാം. അങ്ങനെ തങ്കം റൂമിലിരിക്കുന്ന കൃഷ്ണയുടെ അരികിലേക്ക് ചെല്ലുക. ഈ സമയം കൃഷ്ണയാണെങ്കിൽ റൂമിൽ കരഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും കേട്ടോ. അന്നേരം തങ്കം പറയണേ, മോളെ നീ ഇവിടെ ഇങ്ങനെ കരഞ്ഞ് വിഷമിച്ചുകൊണ്ടിരിക്കുവാണോ? വന്നേ എണീറ്റ് വാ, ഭക്ഷണം കഴിക്കണ്ടേ? എനിക്ക് വിശപ്പില്ല അമ്മേ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഭക്ഷണം കഴിച്ചാൽ മതി. അതൊക്കെ ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഗോപാലൻ പറഞ്ഞു. അതൊന്നും ഓർത്ത് മോൾ മനസ്സ് വിഷമിപ്പിക്കാതെ എണീറ്റ് വാ, വന്ന് ഭക്ഷണം കഴിക്കൂ. അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വേണ്ടാന്ന്? ഭക്ഷണം പോലും കഴിക്കാതെ മാറ്റി വെക്കാൻ അത്രയ്ക്ക് നിനക്ക് എന്ത് പ്രശ്നമുള്ളത്? എന്താണെങ്കിലും അമ്മയോട് ഞാൻ പറയണോ? പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അമ്മ പരിഹാരം കണ്ടെത്തി തരുമോ? വേണ്ടപ്പെട്ടവർ ഓരോ ആപത്തുകൾ പറ്റി വേദനയിൽ പൊളയുന്നു. അങ്ങനെയുള്ളപ്പോൾ നമുക്കിവിടെ തിന്നും കുടിച്ചിരുന്നാൽ മതിയല്ലോ അല്ലേ? അവർ ഉണ്ടോ ഉറങ്ങിയോ വേദനയുണ്ടോ ഒരു കാര്യങ്ങളും അറിയണ്ടല്ലോ അല്ലേ? ഈ സമയം കൃഷ്ണ ഇങ്ങനെ ബഹളം വെക്കുന്ന കേട്ടിട്ട് ഗോപാലനും സുനന്ദയൊക്കെ അങ്ങോട്ടേക്ക് എത്തുവാണ്. അന്നേരം തങ്കം പറയണേ, നവീൻ്റെ കൈമുറിഞ്ഞ കാര്യമൊക്കെ ഗോപാലൻ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. അക്കാര്യത്തെക്കുറിച്ച് ഓർത്ത് നീ എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നത്? എന്തിനാ ഇങ്ങനെ ഉറക്കവും ഭക്ഷണവും ഇല്ലാതെ നടക്കുന്നത്? നവീൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അവിടെ ഗാഥയുണ്ടല്ലോ. എല്ലാ അവകാശങ്ങളും അവൾക്ക് വിട്ടുകൊടുത്തിട്ടല്ലേ നീ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? അന്നേരം കൃഷ്ണ പറയണേ, പക്ഷേ എനിക്കിപ്പോൾ ഇങ്ങനെ ഇരിക്കാനാണ് തോന്നുന്നത്. എനിക്ക് ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട. അമ്മയ്ക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിലേ അമ്മ എൻ്റെ മുമ്പിൽ നിന്ന് പോയാൽ മതി. ഞാൻ കുറച്ച് നേരം ഇവിടെ ഒറ്റയ്ക്കിരുന്നോട്ടെ. അങ്ങനെ പറഞ്ഞ ദേഷ്യത്തിൽ കൃഷ്ണ കട്ടിലിൽ കിടക്കുവാണ് കേട്ടോ. കൃഷ്ണയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ സങ്കടത്തോടെ തങ്കം പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ സമയം ഗോപാലനും സുനന്ദയൊക്കെ തങ്കത്തെ ആശ്വസിപ്പിക്കുന്നുണ്ട്. തങ്കേച്ച് വിഷമിക്കാതിരിക്കുക, കൃഷ്ണമോൾക്ക് മനസ്സിൽ നല്ല സങ്കടമുണ്ട്. അവൾക്ക് നവീനെ മറക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് കഴിയുമ്പോൾ കൃഷ്ണ വന്ന് ഭക്ഷണം കഴിച്ചാലും തങ്കം വന്ന് ഭക്ഷണം കഴിക്കും. ഈ സമയം തങ്കം പറയണേ, എനിക്കറിയാം ഗോപാല, അവളുടെ മനസ്സ് എത്രത്തോളം നീറുന്നുണ്ടെന്ന്. അവൾക്കൊരിക്കലും നവീനെ മറക്കാൻ പറ്റില്ല. പക്ഷേ സത്യസന്ധതയുടെ പേരിലും കൊടുത്ത വാക്ക് പാലിക്കേണ്ടതിൻ്റെ പേരിലും എൻ്റെ കുട്ടി എല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ടിരിക്കുക. അവൾ ഭക്ഷണം കഴിക്കാതെ എനിക്കും ഭക്ഷണം ഇറങ്ങില്ല. തൽക്കാലം ഞങ്ങൾ രണ്ടാൾ പിന്നെ കഴിച്ചോളാം. നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾക്കുള്ളത് എടുത്തു വെച്ചാൽ മതി. ഞാൻ കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞ് മനസ്സിലാക്കി ഭക്ഷണം കഴിക്കാൻ കൂട്ടിക്കൊണ്ടുവന്നോളാം. അങ്ങനെ പറഞ്ഞ് തങ്കം വീണ്ടും കൃഷ്ണയുടെ അരികിലേക്ക് ചെല്ലുക. ഈ സമയം കൃഷ്ണയാണെങ്കിൽ കട്ടിലിൽ കിടന്ന് സങ്കടപ്പെട്ട് കരയുമായിരിക്കും കേട്ടോ. അന്നേരം തങ്കം അരികെ വന്നിരിക്കുവാണ്. ഈ സമയം അമ്മയെ കാണുന്നതും കൃഷ്ണ എണീറ്റ് അമ്മയോട് സങ്കടത്തോട് പറയണേ, എന്നെക്കൊണ്ട് പറ്റുന്നില്ല അമ്മേ. എത്രയൊക്കെ നവീനെ മറക്കാൻ നോക്കിയിട്ടും എൻ്റെ മനസ്സിൽ നിന്ന് ഒന്നും മാഞ്ഞു പോകുന്നില്ല. അന്നേരം കൃഷ്ണയെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുവാണ് തങ്കവും. പിന്നീട് കാണിക്കുന്നത് വീട്ടിൽ പുറത്ത് നിന്ന് എന്തോ ചില കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന നവീനെയാണ്. ഈ സമയം മാണിക്കുഞ്ഞ് അങ്ങോട്ടേക്ക് വരിക. നവീൻ സാർ ഇതുവരെ കിടന്നില്ലേ? പുറത്ത് നല്ല തണുപ്പുണ്ട്, അധികം നേരം മഞ്ഞൊന്നും കൊണ്ട് നിൽക്കണ്ട, സാർ വേഗം അകത്തേക്ക് ചെല്ലും. അന്നേരം നവീൻ ചോദിക്കണേ, എടോ മാണിക്കുഞ്ഞ്,
ഞാൻ വലിയൊരു ബിസിനസ്മാനാണല്ലേ, എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് ചെയ്യും. നമ്മുടെ കമ്പനിയെ ടോപ്പ് പൊസിഷനിൽ എത്തിക്കാൻ എല്ലാവരോടും മത്സരിക്കും അല്ലേ? പിന്നല്ലാതെ ഇതിലൊക്കെ ആർക്കാ സംശയമുള്ളത് സാറേ? അല്ലടോ മാണിക്കുഞ്ഞെ, ഈ ബിസിനസ് യാത്രക്കിടയിൽ ഞാൻ ആരെങ്കിലും അറിയാതെയെങ്കിലും പോലും വേദനിപ്പിച്ചിട്ടുണ്ടോ? നമ്മുടെ ഏതെങ്കിലും ജോലിക്കാർക്ക് ശമ്പളത്തിൽ കുറവ് വരുത്തുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ജോലിക്കാർ നമ്മുടെ കമ്പനിക്കെതിരായി സമരം നടത്തിയിട്ടുണ്ടോ? വിശേഷപ്പെട്ട ദിവസങ്ങളിലും മറ്റും നമ്മൾ നമ്മുടെ ജോലിക്കാർക്ക് അവർ ആഗ്രഹിക്കുന്നതിൽ കൂടുതലായിട്ടുള്ള സമ്മാനങ്ങളും മറ്റ് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറില്ലേ? അതുപോലെ വഴിയിൽ കാണുന്ന കഷ്ടപ്പെടുന്ന ആർക്കെങ്കിലുമൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തിട്ടില്ലേ? എന്നിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? സത്യം പറഞ്ഞാൽ മാണിക്കുഞ്ഞ്, താനാ ഭാഗ്യവാൻ. ഇതുപോലെ കല്യാണമൊന്നും കഴിക്കാതിരിക്കുന്നതാ മനസ്സിന് സമാധാനം. ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്ന് കയറിയാൽ മറ്റൊന്നിനെ കുറിച്ച് ഓർക്കാതെ കണ്ണടച്ച് കിടന്നുറങ്ങാമല്ലോ. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ മറ്റ് യാതൊരു ചിന്തകളും ഇല്ലാതെ സമാധാനത്തോടെ ഭക്ഷണം കഴിക്കാമല്ലോ. എന്നാൽ എനിക്കിപ്പോൾ അതിനൊന്നും പറ്റുന്നില്ല. ആകെ ഒരു മരവിപ്പാണ്. അന്നേരം നവീനോട് മാണിക്കുഞ്ഞ് പറയണേ, സത്യം പറയാലോ സാറേ, സാറിൻ്റെ ജീവിത രീതിയും കുടുംബമൊക്കെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയിട്ടുണ്ട്. ഗാഥ മാഡത്തിൻ്റെ പെരുമാറ്റം സാറിനെ വല്ലാതെ തളർത്തി കളഞ്ഞിരിക്കുമെന്ന് എനിക്കറിയാം. എന്താ എനിക്ക് സാറിനോട് പറയേണ്ടതെന്ന് അറിയില്ല. അന്നേരം നവീൻ പറയണേ, ഗാഥയെ കുറ്റം പറയാൻ പറ്റില്ല. ഗാഥ ഇപ്പോൾ ഒരു പാവമാണ്, നല്ല കുട്ടിയാണ്. ഗാഥയുടെ നല്ല സ്വഭാവങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ. എല്ലാത്തിനും കാരണം എൻ്റെ കുടുംബത്തിലെ ഈ നാശം പിടിച്ച ശാപം തന്നെയാണ്. അതാണ് അയാളുടെ മനസ്സിനെ ഇത്ര അധികം ഒളിച്ചു കളഞ്ഞത്. എന്തൊക്കെ പറഞ്ഞാലും ഗാഥ ഒരു മോഡേൺ കൾച്ചറിൽ വളർന്ന പെൺകുട്ടിയല്ലേ. എന്നിട്ടും ആദ്യമായിട്ട് അയാളിങ്ങനെ സർപ്പക്കാവ്, സർപ്പദോഷം എന്നൊക്കെ കേൾക്കുന്നത് പോലും. ഈ വീട്ടിലെ ഓരോ ആചാരങ്ങളും സർപ്പദോഷങ്ങളും ശാപങ്ങളും ഒക്കെ അയാളുടെ മനസ്സിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗാഥ ഇപ്പോൾ ഈ അവസ്ഥയിലായിരിക്കുന്നത് തന്നെ. എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത്, ഒന്നും എനിക്കറിയില്ല. ഓർത്തിട്ടൊരു സമാധാനം പോലും കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ വീട്ടിലിരിക്കാനേ തോന്നുന്നില്ല. സാറ്, സാറിനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. അന്നേരം നവീൻ പറയണേ, എടോ മാണിക്കുഞ്ഞ്, ഞാൻ എൻ്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് തൻ്റെ കൂടി മനസ്സ് വിഷമിപ്പിച്ചു അല്ലേ? താൻ ചെല്ല്, ലേറ്റ് ആവണ്ട. അമ്മയുടെ വീട്ടിലൊറ്റക്ക് തന്നെ കാത്തിരിക്കുമല്ലേ, വേഗം ചെന്നോ. ഞാനിവിടെ തന്നെ കുറച്ച് നേരവും കൂടി നിന്നോളാം. അകത്തേക്ക് പോയാലും സമാധാനത്തോടെ ഒന്നിരിക്കാനോ ഉറങ്ങാനോ എന്നെക്കൊണ്ട് പറ്റില്ല. അന്നേരം മാണിക്കുഞ്ഞ് പറയണേ, സാറേ, എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം. ഇവിടെ എന്താവശ്യം ഉണ്ടാകാനാ? ചിലപ്പോൾ ഇനി നാഗം വലുതും പ്രത്യക്ഷപ്പെട്ടേക്കാം. അന്നേരം ഗാഥയുടെ നിലവിളി കേൾക്കും. ആ സമയം ചെറിയമ്മയും കീർത്തിയൊക്കെ കൂടി ഒരു മൂലയിലിരുന്ന് ഇതെല്ലാം കണ്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ടാവും. ഇതല്ലാതെ മറ്റെന്താ ഇവിടെ നടക്കുന്നത്? താൻ ചെല്ലു മാണിക്കുഞ്ഞെ. അങ്ങനെ പറഞ്ഞ് മാണിക്കുഞ്ഞിനെ പറഞ്ഞു വിടുവാണ്. എന്നിട്ട് ഈ സമയം നവീനാണെങ്കിൽ സങ്കടത്തിൽ കൃഷ്ണയുമൊത്തുണ്ടായ നല്ല നിമിഷങ്ങളൊക്കെ ഓർക്കുവാണ് കേട്ടോ. ഇതേസമയം കൃഷ്ണയും നവീനെ കാണാത്തതിൽ, നവീനെ പിരിഞ്ഞതിലുള്ള ആ വിരഹ ദുഃഖത്തിലിരിക്കുവാണ്. അങ്ങനെ നവീൻ്റെയും കൃഷ്ണയുടെ രണ്ടുപേരുടെയും വിരഹ ദുഃഖങ്ങൾ കാണിക്കുന്ന രീതിയിൽ ഒരു ചെറിയൊരു പാട്ട് പോലെ കാണിക്കുവാണ് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് ഗാഥ പേടിച്ച് റൂമിലിരിക്കുന്നത് കാണുവാണ് കേട്ടോ സുമിത്ര. ഈ സമയം സുമിത്ര നേരെ മുത്തശ്ശിയുടെ അരികിലേക്ക് ചെല്ലുക. അമ്മേ, ഗാഥമോളുടെ അവസ്ഥ കാണുമ്പോൾ സമാധാനം കിട്ടുന്നില്ല. അന്നേരം മുത്തശ്ശിക്ക് അങ്ങ് ദേഷ്യം കയറുക. ദേ, ഗാഥയുടെ കാര്യം വെച്ച് മറ്റെന്തെങ്കിലും കാര്യം നിനക്ക് പറയാനുണ്ടെങ്കിൽ പറ സുമിത്രേ. അമ്മ എന്താ ഇങ്ങനെ പറയുന്നത്? ഗാഥമോളുടെ സാഹചര്യം കൂടി മനസ്സിലാക്കണ്ടേ? അവളുടെ ആ ഒരു ടെൻഷനും ഭയമൊക്കെ ഉള്ള കാരണമല്ലേ അവളിങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്. അവൾ ആകെ തകർന്നിരിക്കുക. ഗാഥയുടെ ഈ ഒരു തളർച്ചയും മനസ്സിലേറ്റ ആഘാതമൊക്കെ മാറ്റാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത് അമ്മേ. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ എന്ന് അമ്മ ഒന്ന് ആ സിദ്ധനോട് ചോദിക്കണം. അന്നേരം മുത്തശ്ശി പറയണേ, അതൊക്കെ ഞാൻ സിദ്ധനോട് ചോദിച്ചതാ. സിദ്ധനൊരു പരിഹാരവും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഗാഥക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അതെന്താണമ്മേ? മറ്റൊന്നുമല്ല, ശിവരാത്രിയല്ലേ വരാൻ പോകുന്നത്. അന്നേരം ശിവരാത്രി നോമ്പെടുത്ത് ദോഷങ്ങളെല്ലാം മാറാൻ നിരാഹാരം എടുക്കാൻ തിരുമേനി പറഞ്ഞിരുന്നു. അത് കേൾക്കുന്നതും സുമിത്ര പറയണേ, അങ്ങനെയാണെങ്കിൽ അമ്മ തന്നെ വന്നത് ഗാഥമോളോട് പറ. ഏയ്, ഞാനില്ല ആ കുട്ടിയുടെ അരികിലേക്ക്. അവളുടെ നിഷേധം കേൾക്കാൻ എനിക്ക് വയ്യ. നീ തന്നെ ചെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പറയല്ലേ അമ്മേ, നമ്മുടെ ഗാഥമോളല്ലേ, നവീൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ടല്ലേ. ശരിയെന്നാ, ഞാൻ വരാം. അങ്ങനെ മുത്തശ്ശി സുമിത്രയും കൂടി വീണ്ടും ഗാഥയുടെ അരികിലെത്തുവാണ്. എന്നിട്ട് സുമിത്ര പറയണേ, ഗാഥമോളെ, മോളുടെ പേടിയും ഭയമൊക്കെ മാറ്റാനായിട്ട് മുത്തശ്ശി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മോളതൊന്ന് കേൾക്ക്. അന്നേരം മുത്തശ്ശി പറയണേ, ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല, തിരുമേനിയെ ചെന്ന് കണ്ടുവന്നപ്പോൾ തിരുമേനി പറഞ്ഞ കാര്യമാണ്. നാളെ ശിവരാത്രിയാണല്ലോ. ശിവരാത്രി ദിവസം ഒരു വ്രതം അനുഷ്ഠിക്കണം. നിരാഹാരം ഇരിക്കേണ്ടി വരും ആ ദിവസം മുഴുവൻ. അതിനുശേഷം പൂജകളും മറ്റും അനുഷ്ഠിച്ച് ആ ഒരു വ്രതം പൂർത്തിയാക്കണം. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ തന്നെ നവീനൊപ്പം ഒന്നിച്ച് അമ്പലത്തിൽ പോകണം. അങ്ങനെ വേണം വ്രതം അവസാനിപ്പിക്കാനായിട്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ നാഗദോഷത്തിൻ്റെ ബാക്കിയായിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങൾ കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം നീങ്ങിപ്പോകുമെന്നാണ് സിദ്ധം പറഞ്ഞത്. ഇതൊക്കെ ഉണ്ട്, വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അല്ലാതെ ആരും നിർബന്ധിച്ച് ചെയ്യിക്കേണ്ട കാര്യമൊന്നുമല്ലല്ലോ. ഈ സമയം ഗാഥ പറയണേ, ഞാനിതെല്ലാം ചെയ്തോളാം. എനിക്കെൻ്റെ ഭയം മാറണം. ഞാൻ ആഗ്രഹിച്ചതുപോലെ നവീനോട് ഒത്തിരി നാൾ എനിക്ക് സന്തോഷത്തോടെ ജീവിക്കണം. അതിനുവേണ്ടി എന്ത് വ്രതം ചെയ്യാനും ഞാൻ തയ്യാറാണ്. ഗാഥയുടെ വാക്ക് കേൾക്കുന്നതും മുത്തശ്ശിക്കും സുമിത്രക്കും ഒക്കെ ഒത്തിരി സന്തോഷവുമാണ്. സുമിത്ര പറയണേ, കണ്ടില്ലേ അമ്മേ, ഗാഥമോൾ പറഞ്ഞത്.
മോളിത് ഭംഗിയായിട്ട് തന്നെ ചെയ്തോളും. നമുക്ക് നമ്മുടെ പഴയ ഗാഥ മോളെ തിരികെ കിട്ടും. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ഗോപാലിനൊപ്പം ലോട്ടറി വിൽപ്പനയ്ക്ക് പോകാൻ റെഡിയായി നിൽക്കുന്ന കൃഷ്ണനെയാണ് കേട്ടോ. ഈ സമയം തങ്കം അങ്ങോട്ടേക്ക് വരുക. ഗോപാല, തൽക്കാലം ഇന്ന് മോളെ കൊണ്ടുപോകണ്ട, മോളിന്നിവിടെ ഇരിക്കട്ടെ. ഇന്നേ ഞാൻ മോള് ശിവരാത്രി വ്രതമാണ്, അപ്പോൾ നിരാഹാരം ഇരിക്കേണ്ടി വരും. മോൾക്ക് അവിടെ ലോട്ടറി വിൽപ്പനേൻ്റെ ഇടയിൽ വല്ല തളർച്ചയോ മറ്റോ തോന്നിയാലോ, അതുകൊണ്ട് നീ ഇന്ന് പോകണ്ട എന്ന് കൃഷ്ണയോട് പറയുക. അന്നേരം ഗോപാലൻ പറഞ്ഞേ, ആ അത് ശരി, അങ്ങനെ വ്രതമൊക്കെ ആയിരുന്നല്ലേ, അതെന്നോട് നേരത്തെ പറയണ്ടേ, അങ്ങനെയാണെങ്കിൽ കൃഷ്ണ ഇന്ന് വരണ്ട. അന്നേരം കൃഷ്ണ പറയണേ, ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഈ അമ്മയുടെ ഒരു കാര്യം, അമ്മേ ഇതിനു മുമ്പും ഞാൻ എല്ലാ വർഷവും ശിവരാത്രി വ്രതം എടുത്തിട്ടുള്ളതല്ലേ, അപ്പോൾ എപ്പോഴെങ്കിലും ഞാൻ തളർച്ച തോന്നി തല ഇറങ്ങി വീഴുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? എൻ്റെ ഗോപാലമാമ, ഈ അമ്മ ചുമ്മാ പറയുന്നതാണ്. ഇതിനു മുമ്പ് ഇതുപോലെ വ്രതം എടുത്ത സമയത്തെ ഞാനേ കാളൊഴുത്തുപാട്ടിനും കബഡി മത്സരത്തിനും ഒക്കെ പോയിട്ടുണ്ട്, ഭാരപ്പെട്ട ജോലികൾ ചെയ്തിട്ടുമുണ്ട്, ഒരു കുഴപ്പമില്ല. ഇന്നിപ്പോൾ ശിവരാത്രി ആയതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ശിവൻ്റെ ക്ഷേത്രത്തിലോ മറ്റോ പോകാം. അവിടെ ആകുമ്പോൾ വിശേഷപ്പെട്ട പൂജകളും കാണും, മാത്രമല്ല കുറേ ആളുകളും കൂടും, നല്ല കച്ചവടം നടക്കും. അല്ലെങ്കിൽ വേണ്ട, ഇനി ഇതുപോലെ നമ്മൾ ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ട് വേണം വീണ്ടും നവീൻ്റെ മുമ്പിൽ ചെന്ന് വിടാൻ. നമുക്ക് തൽക്കാലം ബീച്ചിലോ പാർക്കിലോ അങ്ങനെ എങ്ങോട്ടെങ്കിലും പോകാം. ഇന്നിപ്പോൾ അവധി ദിവസം കാരണം കുറേ പേര് അവിടെയൊക്കെ ഉണ്ടാകുമല്ലോ, നമുക്ക് നല്ല കച്ചവടം നടക്കും. എന്നാൽ ശരി മോളെ, നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ പോകാം. എന്നാൽ അമ്മ ധൈര്യമായിട്ടിരുന്നോ, ഞാൻ പോയിട്ട് വേഗം വന്നോളാം. മോളെ എന്തെങ്കിലും തളർച്ചയോ മറ്റോ തോന്നുവാണെങ്കിൽ ഗോപാല മോളെ ഇങ്ങോട്ടൊന്ന് പറഞ്ഞേക്കണേ. എൻ്റെ അമ്മേ, ഞാൻ എന്താണെങ്കിലും തളർച്ച തോന്നിയിട്ടൊന്നും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല, അതോർത്ത് എൻ്റെ അമ്മ വിഷമിക്കേണ്ട കേട്ടോ. ആ ഗോപാലമാമേ, നമുക്ക് പോകാം. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടാളും അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് മാണിക്കുഞ്ഞ് ഓഫീസിൽ പോകാനായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. ഈ സമയം നവീന അങ്ങോട്ടേക്ക് വരുക. മാണിക്കുഞ്ഞ്, നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ? എങ്ങോട്ടാ? ഓഫീസിലേക്കാണോ സാറേ? ആ അതെ, ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കാകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നും. ഓഫീസിലെങ്കിൽ ഓഫീസ്, കുറച്ച് നേരം എല്ലാം മറന്നൊന്നിരിക്കാമല്ലോ. ഈ സമയം മാണിക്കുഞ്ഞ് പറയണേ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ നേതാജി പാർക്കിലെ നമ്മുടെ പുതിയതായിട്ട് തുടങ്ങുന്നൊരു പ്രോപ്പർട്ടിയിലെ ഒരു ഡിസ്കഷന് വേണ്ടിയിട്ട് ആ ക്ലയൻറ്റ് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാർ നേരിട്ട് വന്ന് അയാളോട് സംസാരിക്കുമായിരുന്നെങ്കിൽ അത് നമ്മുടെ പ്രോജക്റ്റിന് കുറച്ചും കൂടി ഗുണം ചെയ്യും. ആഹാ, അങ്ങനെ ഒരു കാര്യമുണ്ടല്ലേ, എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം. എന്തെങ്കിലും ഗുണമുള്ളൊരു കാര്യം ചെയ്യാമല്ലോ. താൻ വേഗം റെഡിയാകും. അങ്ങനെ മാണിക്കുഞ്ഞ് അതിൻ്റെ ഫയൽസ് മറ്റു കൊടുക്കാനായിട്ട് പോകുവാണ് കേട്ടോ. ഈ സമയത്തായിരിക്കും കേട്ടോ ഗാഥ നവീനുള്ള ചായയുമായിട്ട് നവീനും വിളിച്ച് അരികിലേക്ക് വരുന്നത്. ഗാഥയെ കാണുന്നതും ഗാഥയിലുണ്ടായ ആ മാറ്റം കണ്ട് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന നവീനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് ഗാഥ അങ്ങനെ നവീൻ്റെ അടുത്ത് വന്ന് ചായയൊക്കെ കൊടുക്കുവാണ്. അന്നേരം നവീനാണെങ്കിൽ ഗാഥയെ തന്നെ അന്തം വിട്ട് നോക്കി നിൽക്കുക. അത് കാണുമ്പോൾ ഗാഥ ചോദിക്കണേ, എന്തുപറ്റി, എന്തിനാ നവീൻ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അല്ല, എന്താ പെട്ടെന്ന് തനിക്കൊരു മാറ്റം പോലെ? ഇന്നത്തോടെ എൻ്റെ പേടിയൊക്കെ മാറാൻ പോകുവാണ്. ഇന്ന് ഒരു ശിവരാത്രി വ്രതം ഞാൻ എടുക്കുന്നുണ്ട്. ഇന്ന് ഫുള്ളും നിരാഹാരം ഇരിക്കേണ്ടി വരും. എന്നാലും ഈ ഒരു വ്രതം അനുഷ്ഠിച്ച് കഴിഞ്ഞാൽ പേടിയൊക്കെ മാറുമെന്നാണ് മുത്തശ്ശി പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേണ്ടേ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം തുടങ്ങാനായിട്ട്. മിക്കവാറും ഇന്നത്തെ ഒരു ദിവസവും കൂടി നമുക്ക് കാത്തിരുന്നാൽ മതിയാകും വരും. നവീൻ ഗാഥയുടെ വാക്കുകളൊക്കെ കേൾക്കുന്നതും നവീനും സന്തോഷമാകുവാണ്. പിന്നീട് കാണിക്കുന്നത് ഗാഥക്കാണെങ്കിൽ വിശപ്പ് സഹിക്കാനേ പറ്റുന്നില്ല. രാവിലെ തൊട്ട് ഇത്ര നേരം ഒന്നും കഴിക്കാതിരുന്നിട്ട് ഗാഥക്ക് വയറിനൊക്കെ വല്ലാതൊരു അസ്വസ്ഥത തോന്നുവാണ് കേട്ടോ. നാശം പിടിക്കാൻ വിശന്നിട്ട് വയ്യ. എന്തൊരു കഷ്ടമാണിത്. ഇത്രയൊക്കെ കഷ്ടപ്പാട് ഞാൻ അനുഭവിക്കേണ്ടി വരേണ്ട വല്ല കാര്യമുണ്ടോ? ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഫ്രൂട്ട്സും മറ്റും ഇരിക്കുന്നത് കാണുമ്പോൾ ഗാഥക്കാണെങ്കിൽ അത് കഴിക്കാൻ കൊതിയാകുവാണ് കേട്ടോ. അങ്ങനെ ആരുമില്ലാന്ന് ഉറപ്പിച്ച് ഗാഥ പതിയെ അതിൽ നിന്ന് ഒരു ആപ്പിൾ എടുത്ത് കഴിക്കാൻ വേണ്ടി തുടങ്ങുമായിരിക്കും. പെട്ടെന്നായിരിക്കും സുമിത്ര അങ്ങോട്ടേക്ക് വരുന്നത്. സുമിത്രയെ കാണുന്നതും ആ ആപ്പിൾ അവിടെ തന്നെ തിരികെ വെക്കുവാണ് ഗാഥ. പിന്നീട് കാണിക്കുന്നത് നേതാജി പാർക്കിലെത്തിയ കൃഷ്ണയും ഗോപാലനെയാണ് കേട്ടോ. അവരങ്ങനെ അവിടെ ലോട്ടറിയൊക്കെ വിറ്റുകൊണ്ട് നടക്കുവാണ്. ഇതേ സമയം നവീനും മാണിക്കുഞ്ഞും കൂടി അവിടെ എത്തുന്നുണ്ട് കേട്ടോ. അന്നേരം കൃഷ്ണയാണെങ്കിൽ ഒരു കുട്ടിയെ കാണുമ്പോൾ ആ കുട്ടിയോട് സംസാരിച്ച് നിൽക്കുക. അന്നേരം ആ കുട്ടിക്ക് ഒരു മരത്തിലെ പൂവ് കാണുമ്പോൾ അത് വേണമെന്ന് പറയുവാണ്. കൃഷ്ണ അങ്ങനെ അതിനെന്താ ചേച്ചി പറിച്ചു തരാമെന്ന് പറഞ്ഞ് കൃഷ്ണ മരത്തിലെ പൂവ് പറിക്കാൻ വേണ്ടി നോക്കുവാണ് കേട്ടോ. എന്നാൽ കൃഷ്ണക്ക് അത് പറിക്കാൻ കൈയെത്തുന്നില്ല. അങ്ങനെ അത് പറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണ. ഇതേ സമയത്തായിരിക്കും കേട്ടോ അവിടെ നിൽക്കുന്ന നവീൻ പെട്ടെന്ന് തിരിയുമ്പോൾ അവിടെ പൂ പറിക്കാൻ ശ്രമിക്കുന്ന കൃഷ്ണയെ കാണുന്നത്. അത് കാണുന്നത് നവീൻ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഗാഥയോ, ഇയാളെന്താ ഇവിടെ? അത് ശരി, എനിക്കപ്പോൾ സർപ്രൈസ് തരാൻ വേണ്ടി വന്നതായിരിക്കും അല്ലേ? അങ്ങനെ നവീൻ നേരെ കൃഷ്ണയുടെ അരികിലേക്ക് ചെല്ലുവാണ്. ഈ സമയത്തും കൃഷ്ണ പൂ പറിക്കാനായിട്ട് അവിടെ ശ്രമിക്കുമായിരിക്കും കേട്ടോ. അത് കാണുന്നത് നവീൻ കൃഷ്ണയെ പൊക്കിയെടുക്കുവാണ്. ഈ സമയം ഈ കാഴ്ച കണ്ട് ഞെട്ടിലോട് കൂടി നിൽക്കുവാണ് കേട്ടോ ഗോപാലനും മാണിക്കുഞ്ഞുമൊക്കെ. അന്നേരം കൃഷ്ണയാണെങ്കിൽ നവീനെ കണ്ട് കൃഷ്ണയെ ഞെട്ടുവാണ്. നവീൻ എന്തായി കാണിക്കുന്നത്? താഴെ ഇറക്ക്. ഇല്ല, താഴെ ഇറക്കില്ല എന്നും പറഞ്ഞ് നവീൻ കൃഷ്ണയെ എടുത്ത് പൊക്കിപ്പിടിച്ചിങ്ങനെ കറക്കുവാണ്. അത് കണ്ട് സന്തോഷത്തോടെ നോക്കി നിൽക്കുന്ന ഗോപാലനെയും മാണിക്കുഞ്ഞിനെയൊക്കെയാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്